നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന സർക്കാർ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കോളർഷിപ്പ് നേടാൻ സാധിക്കും, ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് വേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് എന്താണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്നതെന്ന് മനസ്സിലാക്കാം. ഇത് ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയ ഒരു ഓൺലൈൻ സ്കോളർഷിപ്പ് പോർട്ടലാണ്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന എല്ലാ സ്കോളർഷിപ്പുകളും ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ ഒരു പോർട്ടലിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനും നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ എത്ര രൂപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു തുക ഡയറക്റ്റ് ആയി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്നു. ഈ ഒരു പോർട്ടൽ വരുന്നതിന് മുൻപ് വിദ്യാർത്ഥികൾ അവരുടെ സ്കോളർഷിപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി പല പല പോർട്ടലുകളിൽ വ്യത്യസ്തമായ രീതിയിൽ അപേക്ഷിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഈ ഒരു പോർട്ടൽ വന്നതിന് ശേഷം എല്ലാ സ്കോളർഷിപ്പുകളെ കുറിച്ചും നമുക്ക് ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സ്കോളർഷിപ്പുകളെ കൂടുതൽ സുതാര്യമാക്കുകയും വേഗത്തിൽ അത് ലഭിക്കുന്നതിനുള്ള വഴികൾ ഒരുക്കി തരികയും ചെയ്യുന്നു. അത് മാത്രമല്ല, സാധാരണ നമ്മൾ എന്തെങ്കിലും സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ആ ഒരു മിഡിൽ മാന് നമ്മൾ പ്രത്യേകം ചാർജുകൾ നൽകേണ്ടി വരും. ഇവിടെ അതിന്റെ ഒരു ആവശ്യവുമില്ല. നമുക്ക് അർഹമായ സ്കോളർഷിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ ഒരു തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായി ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. ഇനി നമുക്ക് NSP നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും അവരുടെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട ഒരു അവസ്ഥയാണ് വരാറുള്ളത്. പക്ഷേ ഇത്തരത്തിൽ സ്കോളർഷിപ്പുകൾ നേടുന്നതിലൂടെ അവർക്ക് അർഹമായ തുക ലഭിക്കുകയും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈ ഒരു പോർട്ടലിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പണം ഡയറക്റ്റ് ആയി ട്രാൻസ്ഫർ ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും യാതൊരു തട്ടിപ്പും അവിടെ നടക്കുന്നില്ല. ഇത് ഓൺലൈനായാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സും വളരെ എളുപ്പമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന SC/ST വിഭാഗം, അതുപോലെ തന്നെ OBC വിഭാഗം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ എന്നിവരെ എല്ലാം പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് നേടാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ സ്കോളർഷിപ്പുകൾക്കും വ്യത്യസ്തമായ നിബന്ധനകൾ ഉണ്ടാകും. എന്നാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപേക്ഷിക്കുന്ന വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം എന്നത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. അപേക്ഷിക്കുന്ന ആ ഒരു വിദ്യാർത്ഥി അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപേക്ഷിക്കുന്ന കുട്ടിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു തുകയുടെ ഉള്ളിലായിരിക്കണം. അതിലധികമാണെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപേക്ഷിക്കുന്ന ആ ഒരു വിദ്യാർത്ഥി മുൻപ് എന്താണോ പഠിച്ചിരുന്നത് ആ ഒരു പരീക്ഷയിൽ വളരെ നല്ല മാർക്ക് നേടിയിട്ടുണ്ടാകണം. ചില പ്രത്യേക സ്കോളർഷിപ്പുകൾ അപേക്ഷിക്കാൻ ആ ഒരു വിദ്യാർത്ഥി SC/ST വിഭാഗത്തിലോ അല്ലെങ്കിൽ OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയായിരിക്കണം. അപേക്ഷിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ആധാർ കാർഡും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഉണ്ടായിരിക്കണം. ഓരോ സ്കോളർഷിപ്പിനും ആ ഒരു യോഗ്യത വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് സ്കോളർഷിപ്പിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി ഏതൊക്കെ തരം സ്കോളർഷിപ്പുകളാണ് NSPയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. NSP വഴി ലഭിക്കുന്ന സ്കോളർഷിപ്പുകളെ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പുകൾ, രണ്ടാമത്തേത് സംസ്ഥാന സർക്കാർ സ്കോളർഷിപ്പുകൾ, മൂന്നാമത്തേത് വിഭാഗാനുസൃത സ്കോളർഷിപ്പുകൾ. ഇനി നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒഫീഷ്യൽ NSP വെബ്സൈറ്റിലേക്ക് പോവുക. നിങ്ങൾ ആദ്യമായാണ് ഈ ഒരു പോർട്ടൽ തുറക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ ആധാറും ബാങ്ക് ഡീറ്റെയിൽസും നൽകി നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ സ്കോളർഷിപ്പ് തിരഞ്ഞെടുക്കുക. ഞാൻ പറഞ്ഞു 3 തരത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ പ്രത്യേക വിഭാഗത്തിനും ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കോളർഷിപ്പാണ് ലഭിക്കുന്നത് എന്നത് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു സ്കോളർഷിപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം കാണാൻ സാധിക്കും. അത് വളരെ കൃത്യമായി ഫിൽ ചെയ്യുക.
വിദ്യാഭ്യാസം, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് വിവരങ്ങൾ, മാർക്ക് ലിസ്റ്റ് എന്നിവയെല്ലാം ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കേണ്ടി വരും. ഈ ഒരു ഫോം നിങ്ങൾ അപ്ലൈ ചെയ്തതിനു ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലും ഒരു എൻക്വയറി ഉണ്ടായിരിക്കും. അതിനുശേഷം സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ മറ്റൊരു എൻക്വയറിയും ഉണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് അംഗീകാരം ലഭിക്കുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ DBT വഴി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു തുക ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് NSP ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയെ നമുക്ക് എടുത്തു വരാൻ സാധിക്കുന്നത് ഒരു വിൻഡോ സിസ്റ്റത്തിലൂടെ നമുക്ക് എല്ലാ സ്കോളർഷിപ്പുകളെ കുറിച്ചും അറിയാൻ സാധിക്കും. നോർമലി നമ്മൾ പല ആപ്ലിക്കേഷന് വേണ്ടി പല പോർട്ടൽ തപ്പി അന്വേഷിച്ച് സമയം കളയേണ്ടി വരും. പക്ഷെ ഇപ്പോൾ എല്ലാ സ്കോളർഷിപ്പുകളെ കുറിച്ചും ഈ ഒരൊറ്റ പോർട്ടലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ അപേക്ഷ ഏതുവരെയായി എന്ന് ട്രാക്ക് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. നമ്മളുടെ ആപ്ലിക്കേഷന്റെ നിലവാരം, അതുപോലെ തന്നെ സുതാര്യത എന്നിവയെല്ലാം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായി പണം ഇല്ലാതെ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു നല്ല സഹായമായിരിക്കും. അവർക്ക് ഏത് സ്കോളർഷിപ്പാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു സ്കോളർഷിപ്പ് തുക നേടുകയും അവർക്ക് തുടർ പഠനം പൂർത്തിയാക്കാനും സാധിക്കും. പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അവസരമായിരിക്കും. ഈ ഒരു തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായി ക്രെഡിറ്റ് ആകുന്നത് മൂലം മിഡിൽ മാൻ എന്നൊക്കെയുള്ള ഒരു പ്രശ്നവും തന്നെ ഉണ്ടാകുന്നില്ല. 2024-25 അക്കാദമിക് വർഷത്തിൽ NSP വഴി ഏകദേശം 22.94 ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചത്. ആ ഒരു അപേക്ഷയിൽ നിന്ന് 18.69 ലക്ഷം അപേക്ഷകൾ ഇപ്പോൾ തന്നെ പരിശോധിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ഏകദേശം 2049 കോടി രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. 2025 NSPയിലൂടെ ഏകദേശം 143 സ്കോളർഷിപ്പുകളാണ് ഉള്ളത്. ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കേണ്ട തീയതികൾ ഏകദേശം ജൂൺ മുതൽ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസം വരെയാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ ഒക്ടോബർ അവസാനമായിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും വൈകിപ്പിക്കരുത്. നിങ്ങൾക്ക് അർഹമായ സ്കോളർഷിപ്പുകൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. നമ്മൾ എല്ലാവരും സ്കോളർഷിപ്പിനും അതുപോലെ തന്നെ നമ്മൾ പല സ്കീമിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോളിസി ബസാർ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതിലൂടെ ടേം ഇൻഷുറൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും നേടാൻ സാധിക്കും. ടേം ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ നിങ്ങൾക്ക് നൽകിയാൽ മതിയാകും. ഇത്തരത്തിൽ പ്രതിമാസം 400 രൂപ മുതൽ 500 രൂപ വരെ നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവറേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടും ഇതിലൂടെ നേടാൻ സാധിക്കും. പോളിസി ബസാർ ഒരു മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പാർട്ട്ണർ ആണ്. നിങ്ങൾക്കിനി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വേണ്ടതെങ്കിൽ അതും പോളിസി ബസാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടിയും നിങ്ങൾ പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ നൽകിയാൽ മതിയാകും. ഹെൽത്ത് ഇൻഷുറൻസിലും നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവറേജ് ആണ് ലഭിക്കുന്നത്. പോളിസി ബസാർ വളരെ വിശ്വസനീയമായ ഒരു ഇൻഷുറൻസ് പാർട്ട്ണർ ആണ്. അതുപോലെ തന്നെ 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോളിസി ബസാറിലൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പോളിസി ബസാറിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഇൻഷുറൻസ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനം NSPയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതെല്ലാം കൃത്യമായി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ. ബാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായി നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായി ആ ഒരു പണം ക്രെഡിറ്റ് ആവും. ഇൻ കേസ് നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നൽകുന്നതെങ്കിൽ ആ ഒരു പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരില്ല. അതുപോലെ തന്നെ ആ ഒരു ആപ്ലിക്കേഷന്റെ അവസാന തീയതി എന്താണെന്ന് മനസ്സിലാക്കുക. അവസാനം വരെ കാത്തിരിക്കരുത്. ഉടനെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്തതിനു ശേഷം അത് പാടെ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏത് ലെവലിലാണ് എത്തിയതെന്ന് ട്രാക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷന്റെ കോപ്പിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഐഡിയോ നിങ്ങൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് സ്കോളർഷിപ്പിനാണോ അർഹരായിട്ടുള്ളത്
ആ ഒരു സ്കോളർഷിപ്പ് കൃത്യമായി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത സ്കോളർഷിപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ NSP സ്കോളർഷിപ്പ് എങ്ങനെ നേടാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് നേടാൻ സാധിക്കുന്നത് എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോമെന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് ആ ഒരു സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പ് നേടാൻ അർഹരാണെങ്കിൽ ഒട്ടും സമയം കളയേണ്ട, ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് അനുയോജ്യമായ സ്കോളർഷിപ്പ് ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് വളരെ വേഗം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തയ്യാറായിക്കൊള്ളൂ. പിന്നെ മറക്കണ്ട, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.